ഞാൻ ഈ കൊല്ലത്തേക്ക് വരുന്ന വഴി വയനാട്ടിൽ നിന്ന് എനിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു ഞെട്ടിപ്പിക്കുന്ന സന്ദേശം നൽകിയുണ്ടായി. വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നുവെന്നും അതിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നാണ് ആദ്യ സൂചനകൾ കാണിക്കുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വയനാട്ടിലും മലപ്പുറം ജില്ലയിലുമായി ഏതാണ്ട് 10ഓളം വ്യാജ ഏറ്റുമുട്ടലുകളാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ട് 2 യുവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർ, അതും ഈ നാട്ടിലെ ന്യൂനപക്ഷ നിർധന കുടുംബത്തിൽപ്പെട്ട 2 കുട്ടികൾ, വളരെ മിടുക്കന്മാർ, അവരെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. നക്സലൈറ്റ് പ്രസ്ഥാനവുമായി അവർക്ക് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് UAPA ചുമത്തുകയും ഏറ്റവും ഒടുവിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ ഗവൺമെന്റിന്റെ ഈ കാര്യത്തിലുള്ള നയം എന്താണ്? ഈ വ്യാജ ഏറ്റുമുട്ടലിനെ കുറിച്ചൊക്കെ തന്നെ സമഗ്രമായ അന്വേഷണം നടത്തണം. അത് നടത്തിയേ പറ്റുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ആളുകളാണ് അവസാനം നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് പോയത്, തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക്. ആരാണ് ഈ ചെറുപ്പക്കാരെ തെറ്റായ മാർഗത്തിൽ പോയി സായുധ കലാപത്തിലൂടെ ഇവിടെ അധികാരം പിടിച്ചെടുക്കാമെന്ന വ്യാമോഹം അവർ സൃഷ്ടിച്ചത്? അത് കൽക്കത്ത തീസിസിന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ച സായുധ സമരത്തിന്റെ പാതയാണ് അവർ സ്വീകരിച്ചത്. ആ ചെറുപ്പക്കാരെയാണ് വ്യാജ ഏറ്റുമുട്ടലിൽ മനുഷ്യത്വ ഹീനമായിട്ട് എല്ലാ മര്യാദകളെയും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഈ ഗവൺമെന്റ് ഭരണകൂട ഭീകരത അഴിച്ചുവിട്ടുകൊണ്ട് അവരെ വേട്ടയാടുകയും അവരെ സംഘട്ടനത്തിൽ കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടായിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി ഈ സംഭവത്തെ അപലപിക്കാൻ ഈ സമൂഹം ഉപയോഗിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നക്സലൈറ്റ് പ്രസ്ഥാനത്തെ നേരിടേണ്ടത് തോക്കുകൊണ്ടും ലാത്തി കൊണ്ടുമല്ല. അവിടെ നമ്മുടെ കുഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര ഗ്രാമങ്ങളിൽ, ആദിവാസി ഊരുകളിൽ ഇപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയുമുണ്ട്. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ തീവ്രവാദത്തിന്റെ പാതയിലേക്ക് പോവുകയും ജനങ്ങളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നടപടികളാണ് വേണ്ടത്. അവിടെ പട്ടിണി അവസാനിപ്പിക്കണം, ദാരിദ്ര്യം അവസാനിപ്പിക്കണം, തൊഴിലവസരം ഉണ്ടാക്കണം. അതിന് പകരമായിക്കൊണ്ട് വേട്ടയാടിക്കൊണ്ട് അതും വ്യാജ ഏറ്റുമുട്ടലിൽ ചെറുപ്പക്കാരെ നശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അതിന് അംഗീകരിക്കാൻ സാധിക്കില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായിട്ട് അപലപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇന്നലെ മുഖ്യമന്ത്രിയുടെ സായാഹ്ന പത്രസമ്മേളനം നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ ഈ പാൻഡമിക് കാലത്ത് കോവിഡ് മഹാമാരിയുടെ രൂക്ഷത ഈ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കാൻ, ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരമൊരു പത്രസമ്മേളനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ കുറച്ചു ദിവസം കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രശ്നം നടത്താനുള്ള ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പത്രസമ്മേളനം കണ്ടതൊക്കെ തന്നെ അറിയാം. മുഖ്യമന്ത്രിയുടെ നെഞ്ചെടുപ്പ് എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യം, നെഞ്ചെടുപ്പിന്റെ കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം നെഞ്ചെടുപ്പ് വർദ്ധിച്ചിരിക്കുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒന്ന് പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്കുമാണ് എന്ന കാര്യം ആർക്കാണ് അറിയാത്തത്? പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഇന്റലിജൻസ് സംവിധാനം അല്ലെങ്കിൽ ഏജൻസികൾ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്താരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതേപോലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഏജൻസികളുടെ മേനിയൊന്നും ആരും പറയണ്ട, ഏജൻസികളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാനാണ്. എന്ത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണം മുന്നോട്ട് പോകട്ടെ, ഞാൻ സ്വാഗതം ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇന്നലെ പറയുന്നു ഏജൻസി വന്ന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ നന്നായിട്ട് പോയിട്ടെടുത്ത കാര്യം.
എപ്പോഴാണ് ഏജൻസിക്ക് വഴിപടച്ചത്, അല്ലെങ്കിൽ ഒരു ഭ്രംശം അവർക്ക് സംഭവിച്ചത് എപ്പോഴാണ്? വിശദീകരിക്കണം. ഈ അന്വേഷണം എത്തി അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയിലേക്ക് പോയപ്പോൾ, ഈ അന്വേഷണം നടത്താൻ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകനിലേക്കും കുടുംബത്തിലേക്കും എത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം ഇനി അന്വേഷണം തന്റെ വസതിയിലേക്കും തന്റെ ഓഫീസിലേക്കും എത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ഏജൻസികളോട് കടുത്ത അമർഷം ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി അങ്ങ് എപ്പോഴും പറയാറുണ്ടല്ലോ, മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ ഭയപ്പെടേണ്ട കാര്യം. അങ്ങ് ഭയപ്പെടുന്നു, അങ്ങ് രാജ്യത്തെ എല്ലാ ഏജൻസിയും ഭയപ്പെടുന്നു. അങ്ങക്ക് നാട്ടിലെ നീതി ബോധമുള്ള ആളുകൾക്കറിയാം ഈ നാട്ടിലെ നിയമവാഴ്ച അങ്ങ് ഭയപ്പെടുന്നു, ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അങ്ങ് ഭയപ്പെടുന്നു, അന്വേഷണ ഏജൻസിയെ അങ്ങ് ഭയപ്പെടുന്നു. അതാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തോടെ ഒരിക്കൽ കൂടി സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ മറ്റൊരു കാര്യം, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അന്വേഷണം. ആ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല NIA അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു വന്നപ്പോൾ ആ അന്വേഷണം മറികടക്കാനും അല്ലെങ്കിൽ അട്ടിമറിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് പെട്ടെന്നാണ് ഇന്നലെ വരെ ഉറങ്ങിക്കിടന്ന ഇവിടുത്തെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉറക്ക വേദിയായിട്ടുകൊണ്ട് ചാടി വീണ് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായി. എന്തിനു വേണ്ടിയിട്ടാണ്? കേന്ദ്ര ഏജൻസികൾ സത്യസന്ധവും നീതിപൂർവമായിട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് ലൈഫ് മിഷന്റെ ചെയർമാനായ മുഖ്യമന്ത്രി എന്നായിരിക്കും ആ അന്വേഷണം തുടർന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മുട്ടുപറച്ചത്. എന്നിപ്പോൾ കണ്ടില്ലേ, സ്വപ്ന സുരേഷിനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ചോദ്യം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ അവിടെയും ചാടി വീണിരിക്കുന്നു നമ്മുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. ഒന്നിനും കൊള്ളാത്ത ഒരു പാക്ക് ഓഫ് അൺഫിറ്റിംഗ് ഫെലോസ് അവരെ വെച്ചുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റാണ് ആ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ എന്തൊരു ജാഗ്രതയാണ്, എന്തൊരു താല്പര്യമാണ്. അതോടെ ഈ നാട്ടിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് നടത്തുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തെ തുരങ്കം വെക്കാനാണ്. ഒരു പടി കടന്നുകൊണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ അന്വേഷണ ഏജൻസികൾ ചാടി വീഴുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി തയ്യാറാകണം. അദ്ദേഹം ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് നടക്കട്ടെ, ആ അന്വേഷണം എന്നിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ചങ്കുറപ്പും അർജവബോധമാണ് മുഖ്യമന്ത്രി കാണിക്കേണ്ടതായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം താങ്കൾ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഈ സോളാർ കേസിലെ പ്രതി സരിത നായർ വനിതാ കമ്മീഷനും DGPയും പരാതി. ഇത് ആ കേസ് DGP വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇന്ന് സ്റ്റേറ്റ് മുഴുവൻ മഹിളകളുടെ പ്രതിഷേധം. ഇതേക്കുറിച്ച് എന്താണ്? എനിക്കൊന്നും അഭിപ്രായം പറയാനില്ല. അങ്ങനെ അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞത് താങ്കൾ തന്നെയല്ലേ ഇതേക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം? ഞാൻ വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞില്ല. ഞാൻ ഒരാളുടെ പേര് ഞാൻ പരാമർശിക്കാത്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾ ദയവേത് ഒരു വാദം ഉണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. ഒരു വിവാദ വിഷയം ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് അതേക്കുറിച്ചൊന്നും വിവാദ വിഷയമൊന്നുമല്ല, വസ്തുതകൾ പറഞ്ഞു എന്നത് കവിഞ്ഞ ഒരു വിവാദം എന്റെ ഭർത്താവിനെ ആർക്കും വായിച്ചെടുക്കാൻ സാധ്യമല്ല. താങ്കൾ ഈ കേന്ദ്ര മന്ത്രിയായിട്ടിരുന്ന ആളാണ്. ഈ കേന്ദ്ര ഏജൻസികൾ പലപ്പോഴും ഈ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നുള്ള ഒരു ആരോപണം കോൺഗ്രസ് തന്നെ കേരളത്തിൽ, അതായത് പല സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നത്. അവിടെ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ നിലപാടാണോ കോൺഗ്രസിന് കേരളത്തിലുള്ളത്? അത് കേന്ദ്ര ഏജൻസികളുടെ ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിൽ എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു... അങ്ങയോട് എല്ലാ സ്നേഹ ബഹുമാനങ്ങളും വെച്ചുകൊണ്ട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു. ഇവിടെ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഗുരുതരമായ അഴിമതി, സ്വർണ്ണ കള്ളക്കടത്ത്, മയക്കുമരുന്ന്, അതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറച്ചുവെക്കപ്പെട്ട കാര്യങ്ങൾ, ഇത് അന്വേഷിക്കാറുണ്ടോ വേണ്ടയോ? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അങ്ങനെ വരുമ്പോൾ അന്വേഷിക്കട്ടെ, ആ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അത് അവർ തന്നെയല്ലേ അന്വേഷിക്കേണ്ടത്. സ്വർണ്ണക്കടത്ത് കേസ് അത് കേവലം കസ്റ്റംസ് മാത്രം അന്വേഷിക്കേണ്ടതാണോ? അല്ല, അന്താരാഷ്ട്ര വ്യാപ്തിയുള്ള ഒരു കള്ളക്കടത്താണ്, സ്വർണ്ണക്കടത്താണ് എന്നുകൊണ്ട് വിദേശ രാജ്യങ്ങൾ പോലും
ആ ഒരു കള്ളക്കടത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരോപണം ഉയർന്നിട്ടുള്ളത് കൊണ്ട് അത് അന്വേഷിക്കേണ്ട ആരാണ്? ആ പണം തീവ്രവാദത്തിന് പോയിട്ടുണ്ടോ? ആ പ്രവർത്തനത്തിന് പോയിട്ടുണ്ടോ? അത് ഉറവിട വഴിയാണ്. ഇതൊക്കെ തന്നെ കണ്ടെത്താൻ വേണ്ടി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വേണ്ടേ? വേണം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടേ? വേണം. മറ്റ് കേന്ദ്ര ഏജൻസികൾ വേണ്ടേ? ഇവരെല്ലാം തന്നെ കോർഡിനേറ്റഡ് ആയി അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ കുറ്റവാളികളെ നിയമത്തിന് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതല്ലേ യാഥാർത്ഥ്യം. പിന്നെ എന്തിനു ഭയപ്പെടണം? തന്റെ നേരിൽ പോലും ഭയപ്പെടുന്ന മുഖ്യമന്ത്രി എന്തിനു ഭയപ്പെടണം? അദ്ദേഹത്തിന് പേടി എന്താണ്? ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത്? അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഒരാരോപണം ഈ ഏജൻസിയെ കുറിച്ച് പറയാൻ എനിക്കില്ല. ഏജൻസികളുടെ സത്യസന്ധതയെക്കുറിച്ചും അവരുടെ കാര്യക്ഷമതയെക്കുറിച്ചും എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ പലപ്പോഴും അവർ കാര്യക്ഷമമായിട്ട് പോകുന്നില്ല എന്നാണ് എന്റെ പരാതി. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. ഈ അന്വേഷണ ഏജൻസികൾ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോരാ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പ്രവർത്തനം എനിക്കറിയാം. അവർ രൂപീകരിക്കപ്പെട്ട കാലത്ത് ഞാൻ അവിടെ ഹോം മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പ്രവർത്തനം എനിക്കറിയാം. മറ്റ് ഏജൻസികൾ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കുറച്ചുകൂടി ത്വരിതഗതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു. അത്ര മാത്രമേ ഞാൻ കാര്യത്തിൽ കുറച്ചുള്ളൂ. പ്രസിഡന്റ്, AICC അധ്യക്ഷ അങ്ങനെയല്ല പറയുന്നത്. താങ്കളുടെ അഭിപ്രായമല്ല. രാഹുൽ ഗാന്ധിക്കാണെങ്കിലും സോണിയാജിക്കാണെങ്കിലും ഈ അഭിപ്രായമല്ല. അവർ രണ്ടുപേരും ലേഖനം കൃത്യമായി എഴുതി. സോണിയാജി ലേഖനം എഴുതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ. അത് എഡിറ്റോറിയലായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ കേന്ദ്ര ഏജൻസികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അങ്ങ് പറയുന്നു അവരെ ഉത്തരേന്ത്യ അവരെ വിശ്വാസത്തിലെടുക്കാൻ കാര്യമൊന്നുമില്ല. ഇല്ല, ഞാൻ കേരളത്തിലെ സ്ഥിതിയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പലയിടത്തും രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയോടുകൂടി അവർ ഏജൻസികൾ ഉപയോഗിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ബ്ലാക്ക്മെയിലിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മറിച്ച് അതല്ല. ഇവിടെ അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങൊക്കെ തന്നെ നീതിബോധമുള്ള ഒരു പത്രപ്രവർത്തനം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ മനസാക്ഷിയോട് അങ്ങ് ചോദിക്കും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങയുടെ മനസാക്ഷിക്ക് യോജിക്കുന്ന കാര്യമാണോ നടക്കുന്നത്? അന്വേഷിക്കപ്പെടതേ. പ്രസിഡന്റ്, ഇത് തന്നെയാണ് അവിടുത്തെ BJP നേതൃത്വം സോണിയാഗാന്ധിയോട് ചോദിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഭരണകൂടങ്ങൾ അട്ടിമറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ശരിയാകട്ടെ തെറ്റാകട്ടെ, ആ സന്ദർഭത്തിലാണോ വലിയ ഈ കുറ്റാരോപണത്തിന്റെ ആയുധവുമായി വന്നു ആരാണോ എതിരാളി അദ്ദേഹത്തിന്റെ കഴുത്ത് ഛേദിക്കാൻ വേണ്ടി ശ്രമിക്കുക? ഇത് രാഷ്ട്രീയ മര്യാദകൾക്ക് നിരക്കാത്തതാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് സന്ദർഭം ഉണ്ടായിട്ടില്ലേ? അത് കഴിഞ്ഞാൽ കാത്തിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നടപടിയെടുത്തുകൂടെ? വൈദ്യുതിയാതിര ബുദ്ധിയോടുകൂടി ഏതെങ്കിലും ഒരു ഏജൻസി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഏജൻസി വിളിച്ചാൽ അംഗീകരിക്കാൻ സാധ്യമല്ല. അത് മാത്രമാണ് മാഡം സോണിയാഗാന്ധി പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞതും ഞാൻ കേരളക്കാർക്കായി നിങ്ങൾ പറയരുത്. ഇവിടെ നടക്കുന്ന ക്രമക്കേട് അങ്ങ് ന്യായീകരിക്കരുത് പ്ലീസ്. ഇപ്പോൾ താങ്കൾ ഈ മനസാക്ഷിയെ കുറിച്ച് പറയുന്ന ഓർമ്മപ്പെടുത്തുന്ന താങ്കളും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് ഇതേ മനസാക്ഷി തന്നെ ആയിരുന്നു? ഇതേ മനസാക്ഷിയായിരുന്നു. ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ ആ ഏജൻസിയെ ദുരുപയോഗപ്പെടുത്തിയ ഒരൊറ്റ സംഭവം പറയും, ഒരു സംഭവം പറയും, ചരിത്രം പറയും. അന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യത്ത് വിവിധ പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. അന്ന് ഇദ്ദേഹം ഈ വാക്കുകളൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ എല്ലാ കാലത്തും എടുത്ത നിലപാട് ഒന്നാണ്, ഇന്നലെ എടുത്ത നിലപാട് ഒന്നാണ്, ഇന്നത്തെ നിലപാട് നാളെയും ആ നിലപാട് മാത്രമേ എടുക്കുകയുള്ളൂ. ഷൂട്ടഡ് സൈറ്റ് എന്ന് പറയുന്ന ഒരു നിലപാട് ശരിയല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങ് ആ സമയത്ത് ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല, ഒരു ശുപാർശ ഞാൻ എടുത്ത നിലപാടിനെ കുറിച്ചൊക്കെയുള്ള രഹസ്യങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ ഈ കാര്യത്തിലൊക്കെ എടുത്തിരിക്കുന്ന എന്തും ഒരു ഹ്യൂമെയിൻ ആയിട്ടുള്ള നിലപാട് മാത്രമേ എടുത്തുള്ളൂ. അതേ രീതിയിൽ എടുക്കാൻ സാധിക്കുള്ളൂ. അതായത് വയനാട്ടിൽ നിന്ന് നടന്നതും വ്യാജ ഏറ്റുമുട്ടൽ തന്നെയാണ് 100%. ഈ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വാളയാറിലെ ഇഷ്യൂ ഉണ്ടായ സമയത്താണ് അത് കാരണം കേരളത്തിലെ നക്സലൈറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ഇന്റലിജൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചോദിച്ചു, ഏറ്റവും ഫീബിൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഏറ്റവും ദുർബലമായ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ ജാർഖണ്ഡിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ പ്രവർത്തിക്കുന്ന ഒരു പവർഫുൾ ഗ്രൂപ്പ് അല്ല.
കുറെ പട്ടിണി പാവങ്ങളായ ആളുകൾ. അറിയുമോ, കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ട ആ നക്സലൈറ്റ് കണ്ടോ നിങ്ങൾ? കാല് പൊട്ടി വെള്ളം കൊണ്ട് വിശന്ന് ഒരു നേരത്തെ ഭക്ഷണമില്ലാതിരിക്കുന്ന പാവത്തിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈത്തിരിയിൽ വെച്ചൊരു ചെറുപ്പക്കാരനെ എനിക്ക് ഭക്ഷണം വേണം, ഒരു നേരത്തെ ഭക്ഷണം, എന്റെ കൂടെ ആളുകൾക്ക് ഭക്ഷണം, വേറെ ഒന്നിനും വന്നല്ല, കൊള്ള നടത്താൻ വന്നതല്ല, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനും എന്റെ കൂടെ നിൽക്കുന്ന ആളെ ഞാനാണ് സ്വയംസോ എന്ന് പറഞ്ഞാണ് വൈത്തിരിയിൽ വന്നത്. എന്ത് ചെയ്തു? പിറകിൽ നിന്നാണ് വെടിവെച്ചത്. റിപ്പോർട്ട് ചെയ്ത് ഞാനല്ല, നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മനസ്സാക്ഷിയുള്ള നിങ്ങൾ ചോദിക്കണം, ശരിയാണോ? ഇത് ശരിയാണോ? അവർ മനുഷ്യരല്ലേ? അവർ ചെയ്ത തെറ്റെന്താണ്? കൊള്ളക്കേറാൻ വന്നിരിക്കുന്നതല്ല. സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ, പട്ടിണി അവസാനിപ്പിക്കാൻ എല്ലാ മാർഗങ്ങളും ഇതാ തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ ഒരു മാർഗത്തിലെ ചെറുപ്പക്കാർ പോയി. നന്നാക്കി എടുക്കട്ടെ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നത്തെ സംഭവത്തെ കുറിച്ച് ഒന്നും കൂടി നോക്കണം. കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്നത്തെ സംഭവം മലപ്പുറം DCC ഓഫീസിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തായിരുന്നു. അതേ കുറിച്ചൊന്നും എനിക്ക് അല്ല, അപ്പൊ അത് ആ കാര്യത്തില് അന്നും താങ്കൾ ചുമതല വഹിച്ചിരുന്നതാണ്. അപ്പൊ ഇത് അത് കഴിഞ്ഞ സംഭവം തന്നെയാണ്. അതായത് അങ്ങ് പറയുന്നു പട്ടിണിയും ദാരിദ്ര്യവും ഉള്ള ആളുകളാണ് കേരളത്തിലെ മാവോയിസ്റ്റുകൾ. കുപ്പു ദേവരാജും അജിത് അവർ മലയാളികളല്ല, അവര് മറ്റിടങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ആളുകളാണ്, അവർ മാവോയിസ്റ്റുകളാണ്. അങ്ങനെ എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, കുപ്പു ദേവരാജാകട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള മറ്റൊരു ആളുകളാകട്ടെ, അങ്ങനെ എന്താണ്, ആരാണ് അവര്? കുപ്പു ദേവരാജ് ഈ രാജ്യത്തെ കോടീശ്വരനാണ്, മറ്റൊരു ദരിദ്രൻ, മറ്റൊരു മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിപ്ലവത്തിന്റെ പാതയിൽ കൂടിയാണെന്ന് വിശ്വസിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യൻ ധാരാളം. അത്രമാത്രം അതിനെ കുറിച്ച് പറയാറുണ്ട്. കൊല്ലത്തായതുകൊണ്ട് എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, എന്താണ് കൊല്ലത്തെ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ? എന്താണ് വിലയിരുത്തൽ നടത്താനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ പ്രസിഡന്റ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വന്ന് പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് പോയി. ആ ഒരു സ്ഥിതിയിലൊക്കെ പ്രസിഡന്റ് എല്ലാവരും ഉൾക്കൊണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ 9ാമത്തെ ജില്ലയിലാണ് ഇപ്പോൾ വരുന്നത്. 8 ജില്ല മാത്രമേ ബാക്കിയുള്ളൂ. പോയ സ്ഥലത്തൊക്കെ ഞാൻ കൊടുക്കുന്ന സന്ദേശത്തിന് രഞ്ജിപ്പിലൂടെ, ഒരുമയിലൂടെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്ന സന്ദേശം ഞാൻ എല്ലായിടത്തും കൊടുക്കുന്നത്. അത് ഇന്ന് മാത്രമല്ല, ഞാൻ KP സർവീസിനെ സമയത്ത് ഞാൻ എടുത്ത ഒരു സമീപനവും സമവായത്തിന്റെയും സമന്വയത്തിന്റെയും സമീപനമാണ്. ഈ തെരഞ്ഞെടുപ്പുകളുടെ സ്ഥാനാർത്ഥിത്വം ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കനുസൃതമായിരിക്കും ഇപ്പോൾ. ആ കാര്യത്തിലൊക്കെ സുദീർഘമായ അഭിപ്രായം ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ ഇത്തവണ നിർണ്ണയിക്കാൻ പോകുന്നത് ഓരോ വാർഡുകളിലെയും അവിടുത്തെ പ്രവർത്തകന്മാരെ വിളിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ആ തീരുമാനം അന്തിമമായിട്ട് എടുക്കാനുള്ള പരമായ അധികാരം അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇടപെടലും ഇത്തവണ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇത് എന്റെ തീരുമാനമല്ല, പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ തീരുമാനം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെ ഇരുന്നുകൊണ്ട് ദിവസങ്ങളോളം ഞങ്ങൾ ആലോചിച്ച് എടുത്ത സുചിന്തിതമായ തീരുമാനമാണ്. ഈ KPCC കഴിഞ്ഞ ആഴ്ച ഒരു സർക്കുലർ ഇറക്കിയിരുന്നു ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്. അപ്പൊ ആ സർക്കുലറിലെ പറഞ്ഞ പരാമർശങ്ങൾ ഇതിനകം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പേ തന്നെ ഇപ്പൊ ജില്ലയിൽ തന്നെ പല ഭാഗത്തും കോൺഗ്രസ് പ്രവർത്തകർ ലംഘിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചൊന്നും എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അങ്ങ് അതെന്റെ ശ്രദ്ധയിൽ അല്ല, എന്റെ ശ്രദ്ധയിൽ പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ആ കാര്യത്തിൽ കർശനമായ നടപടി എടുക്കുമെന്ന കാര്യം താങ്കൾക്ക് ഉറപ്പ് നൽകുന്നു. ഇന്നലെ UDFന്റെ ചെയർമാൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ അതിനെ കുറിച്ച് താങ്കളുടെ നിലപാട്? UDFന്റെ ചെയർമാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് എങ്ങനെയാണെന്ന് നേതാക്കന്മാർ വല്ലതും പറഞ്ഞു, അതായത് എങ്ങനെയാണെന്നൊന്ന് വ്യക്തമാക്കാവോ? ഈ വെൽഫെയർ പാർട്ടിയുമായി ഞാനത് പറഞ്ഞ എത്ര പ്രാവശ്യം പറഞ്ഞു. കാസർഗോഡ് തുടങ്ങി 5 ജില്ലകളിൽ തുടർച്ചയായിട്ട് ഞാൻ കാര്യം പറഞ്ഞതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എടുത്ത നിലപാട് കോൺഗ്രസ് എടുത്ത നിലപാട് തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ചർച്ചകൾ ഘടകകക്ഷികളുമായിട്ട് മാത്രമേ നടത്തുകയുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രസിഡന്റ് ഈ അതൊക്കെ കീഴ്ഘടകങ്ങളാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പൊ പ്രസിഡന്റിന്റെ മുമ്പിൽ തന്നെ DCC ചില ഏകാണ്ടമായ ചില കീഴ്ഘടകങ്ങൾ ഒരാളുടെ പേര് നിർദ്ദേശിച്ചു. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇന്ന ഗ്രൂപ്പിന്റെ അല്ല മറ്റേ ഗ്രൂപ്പിന്റെ ആണെന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ ഈ കീഴ്ഘടകങ്ങളിൽ വരുന്ന ഏകാണ്ടമായ നിർദ്ദേശങ്ങൾ പോലും ഗ്രൂപ്പ് മാനേജർമാർ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് യുവജന സംഘടനകളുടെ അടക്കം പരാതി.
പരാതികളൊന്നും ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ പരാതികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് അനുസൃതമല്ലാതെ പ്രവർത്തിക്കാൻ ആർക്കും അധികാരമില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷയ്ക്കില്ല, ജനറൽ സെക്രട്ടറിമാർക്കില്ല, KPCC അധ്യക്ഷനായി എനിക്കും അധികാരമില്ല. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതി നടന്നത് സംബന്ധിച്ച് CBI അന്വേഷണം നടത്തി. അതിന് പ്രോസിക്യൂഷന് സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നത്. INTUC-യുടെ പ്രസിഡന്റും അതിൽ സംസ്ഥാന പ്രസിഡന്റ് കൂടി അതിൽ പ്രതിയാണെന്നാണ് പറയുന്നത്. എന്താണ് അങ്ങയുടെ നിലപാട് ഈ അഴിമതിയെ സംബന്ധിച്ച്? ഇത് പ്രോസിക്യൂഷന് അനുമതി നൽകാത്തതിനെ സംബന്ധിച്ച് ഇത് സത്യത്തിൽ അങ്ങ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും, അഴിമതി നടന്നിട്ടില്ല അല്ലെങ്കിൽ അഴിമതി നടന്നു എന്നുള്ളത്? അത് പലവട്ടം കേരളീയ പൊതുസമൂഹം ചർച്ച നടത്തിയാണ്. കൊല്ലത്തുകാർ ഏറ്റവും അധികം ആഴത്തിറങ്ങിയിട്ട് ചർച്ച നടത്തിയ കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് എന്നെക്കാൾ നന്നായിട്ട് അഭിപ്രായം പറയുന്നത് നിങ്ങളാണ്. പ്രസിഡന്റ് ചന്ദ്രശേഖരൻ സാറ് കൊല്ലം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം കഴിഞ്ഞ ആഴ്ച നടത്തി. അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിനുള്ളിലെ രാഷ്ട്രീയമാണ് തന്നെ വേട്ടയാടുന്നതിന് പിന്നിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളാണ് താൻ പ്രതിയാകാൻ കാരണം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് താൻ പ്രതിയായത്, അല്ലാതെ ഇടതുപക്ഷ സർക്കാർ തന്നെ പ്രതിയാക്കിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഒരു കോൺഗ്രസ് നേതാവിന് ഗതികേടുണ്ടോ? ഞാൻ അതേക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ കൂടിയിരിക്കുന്ന നേതാക്കന്മാർ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. BDJS യുഡിഎഫുമായിട്ട് സഹകരിക്കുമ്പോൾ എന്തെങ്കിലും ചർച്ചകളുണ്ട്? ഞാനുമായിട്ട് ചർച്ച ഏതായാലും നടന്നിട്ടില്ല. വേറെ ആരെങ്കിലും എനിക്ക് അതേക്കുറിച്ച് ഇപ്പോഴറിയില്ല. പാർട്ടിക്ക് അറിയാം? പാർട്ടിക്ക് അറിയില്ല. പാർട്ടിക്ക് അറിയണമെങ്കിൽ ഞാൻ അറിയണമല്ലോ. മുതിർന്ന നേതാക്കൾ ആരും എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെടുത്തിട്ടില്ല. ഓക്കെ.